ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 5th ചാപ്റ്റർ 4 ആണ്, സയൻസിലെ സീഡ്സ് ഓഫ് ലൈഫ്, ജീവനുള്ള വിത്തുകൾ. അപ്പോൾ ആദ്യം തന്നെ ഒരു കഥയാണ് കൊടുത്തിരിക്കുന്നത്, നമുക്കത് വായിച്ചു നോക്കാം. വൺ ഡേ എ വൈസ് കിങ് ഫെൽറ്റ് ദാറ്റ് ഹീ ഷുഡ് ടെസ്റ്റ് ദി ഓണസ്റ്റി ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ദ കൺട്രി. ഒരു നാട്ടിലെ രാജാവിന് ഒരു ദിവസം തോന്നുകയാണ് ഈ നാട്ടിലെ കുട്ടികളുടെ സത്യസന്ധത ഒന്ന് പരിശോധിക്കാമെന്ന്. ദ കിങ് കോൾഡ് ഓൾ ദ ചിൽഡ്രൻ ടു ദ പാലസ്. രാജാവ് ഒരു ദിവസം കൊട്ടാരത്തിലേക്ക് എല്ലാ കുട്ടികളെയും വിളിച്ചുകൂട്ടി. എവ്രി വൺ വാസ് ഗിവൻ സീഡ്സ്. എല്ലാവർക്കും വിത്തുകൾ കൊടുത്തു. ഇറ്റ് വാസ് അനൗൺസ്ഡ് ദാറ്റ് ദ വാല്യുബിൾ ഗിഫ്റ്റ്സ് വിൽ ബി ഗിവൻ ടു ദോസ് ഹു ബ്രിങ് ദ സീഡ് ആഫ്റ്റർ ജെർമിനേറ്റിംഗ് ഇറ്റ് ഇൻ ടു എ പ്ലാന്റ് ആഫ്റ്റർ 3 months. ഈ വിത്ത് മുളപ്പിച്ച് 3 മാസം കൊണ്ട് ചെടിയാക്കി കൊണ്ടുവരുന്നവർക്ക് വിലയേറിയ സമ്മാനങ്ങൾ കൊടുക്കുമെന്ന് ഈ രാജാവ് പ്രഖ്യാപിച്ചു. ജെർമിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മുളപ്പിക്കുക എന്നാണ് അർത്ഥം. Ping, a farmer boy who was also present in the group of children. അപ്പോൾ ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കർഷകൻ്റെ കുട്ടിയായ പിങ് എന്ന പേരുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. He buried the seeds in the soil of the pot and watered them, but the seeds did not germinate. അവൻ വിത്തുകൾ ചട്ടിയിലെ മണ്ണിൽ കുഴിച്ചിട്ട് വെള്ളമൊഴിച്ച് പരിപാലിച്ചിട്ടും വിത്ത് മുളച്ചില്ല. But the seeds did not germinate, അല്ലേ? വിത്ത് മുളച്ചില്ല. എന്തുകൊണ്ടാവാം? നമുക്ക് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലാവും. After 3 months, all the children came to the palace with flowered plants. അപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളെല്ലാം നല്ല മുളച്ച് പൂത്ത് നിൽക്കുന്ന പൂവുകളൊക്കെയുള്ള ചെടികളുമായിട്ട് കൊട്ടാരത്തിലോട്ടെത്തി. They all made fun of Ping, who came to the palace with an empty pot. അവരൊക്കെ കാലിച്ചട്ടിയുമായി കൊട്ടാരത്തിലെത്തിയ പിങ്ങിനെ കളിയാക്കാൻ തുടങ്ങി. When he reached, the king examined each one's plants. രാജാവ് ഓരോരുത്തരുടെയും ചെടികൾ പരിശോധിച്ചു. When he reached Ping, the king was happy. പിങ്ങിൻ്റെ അടുത്തെത്തിയപ്പോൾ രാജാവിന് സന്തോഷമായി. The king said, "This is the winner. Only seeds with life will germinate. The seeds I gave you were lifeless." രാജാവ് എന്താണ് പറയുന്നത്? ഇവനാണ് വിജയി. ജീവനുള്ള വിത്തുകൾ മാത്രമേ മുളയ്ക്കുകയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് തന്നത് ജീവനില്ലാത്ത വിത്തുകളായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബാക്കി കുട്ടികളൊക്കെ ഈ പൂവുള്ള ചെടികൾ കൊണ്ടുവന്നത് വേറെ എവിടുന്നോ വാങ്ങിക്കൊണ്ടുവന്നതാണ്. അതായത് രാജാവ് കൊടുത്ത വിത്തുകൾ മുളപ്പിച്ചിട്ടുണ്ടാക്കിയ ചെടികളല്ലായിരുന്നു അവർ കൊണ്ടുവന്നത്. അവർ കള്ളത്തരം കാണിച്ചിട്ട് വേറെ ഏതോ ചെടികളാണ് കൊണ്ടുവന്നത്. ഓക്കെ, പക്ഷേ പിങ് മാത്രം കാലിച്ചട്ടിയായി വന്നപ്പോൾ രാജാവിന് മനസ്സിലായി പിങ് ഈ വിത്ത് തന്നെയാണ് നട്ടത്, അതുകൊണ്ട് ചെടി മുളച്ചില്ല എന്ന്. അങ്ങനെ പിങ്ങിൻ്റെ സത്യസന്ധത മനസ്സിലാക്കുകയാണ്. മറ്റു കുട്ടികളൊക്കെ സത്യസന്ധരല്ല എന്നും രാജാവ് കണ്ടുപിടിച്ചിട്ട് പിങ്ങിനാണ് സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? വിത്തുകളിലും ജീവനുണ്ടെങ്കിൽ മാത്രമേ അത് മുളയ്ക്കുകയുള്ളൂ. ഓക്കെ, ഹാവ് യു റെഡ് ദ സ്റ്റോറി ഓഫ് പിങ്? ഓൺലി ലിവിങ് സീഡ്സ് ജെർമിനേറ്റ്, റൈറ്റ്? Isn't it the life within tiny seeds that grows into even huge trees? പിങ്ങിൻ്റെ കഥ വായിച്ചു നമ്മൾ. ജീവനുള്ള വിത്തുകൾ മാത്രമേ മുളയ്ക്കുകയുള്ളൂ, അല്ലേ? ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഫാമേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർ നടാൻ പോകുന്ന വിത്തുകൾ അവർ തിരഞ്ഞെടുക്കുന്നുണ്ടാവും, അല്ലേ? ചെറിയ വിത്തിനുള്ളിൽ ജീവൻ വളർന്നിട്ടാണ് വലിയ മരങ്ങൾ വരെ ഉണ്ടാകുന്നത്. നിങ്ങളുടെ പ്രദേശത്ത് ഇതുപോലെ കാണുന്ന നിങ്ങൾ എന്താ പറയുക, അവിടെ അടുത്ത് കാണുന്ന സീഡ്സൊക്കെ കളക്ട് ചെയ്യാം, എന്നിട്ട് അതിനെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെയിം ഓഫ് ദ പ്ലാന്റ് ഞാനൊരു എക്സാമ്പിളായിട്ട് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. നെയിം ഓഫ് ദ പ്ലാന്റ് ഫസ്റ്റ് വൺ ഞാൻ കൊടുത്തിരിക്കുന്നത് മാംഗോ ആണ്. ചെടിയുടെ പേര് മാംഗോ. കളർ അഥവാ നിറം എന്താണ്? ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്, അല്ലേ? മാങ്ങയുടെ, ഒരു പഴുത്ത മാങ്ങയുടെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വൈറ്റിഷ്, നമുക്ക് അങ്ങനെ പറയാം, ഓഫ് വൈറ്റ്. സൈസ് എന്താണ്? വലുതാണ്, ലാർജാണ്. അറൗണ്ട് 4 to 5 centimeter ആണ് വരിക. ഷേപ്പ് ആണെങ്കിലോ ഓവലാണ്, ഫ്ലാറ്റാണ്. അങ്ങനെ മൊത്തത്തിൽ പരന്നിട്ടാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പം മാങ്ങയുടെ സീഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അല്ലേ? പിന്നെന്താ? ഹാർഡ് ഔട്ടർ ഷെൽ, അതിൻ്റെ പുറന്തോട് ഭയങ്കര കട്ടിയുള്ളതാണ്. അതർ ഫീച്ചേഴ്സിൽ നമുക്കിത് എഴുതാം. പിന്നെന്താ? ആപ്പിളിൻ്റെ സീഡാണെങ്കിൽ കളർ ബ്രൗൺ ആണ്, ചെറുതാണ്. പിന്നെ ടിയർ ഡ്രോപ്പ് ഷേപ്പിലാണ്, കണ്ണീരിൻ്റെ ഷേപ്പിലാണ് ആപ്പിളിൻ്റെ സീഡും വളരെ ഹാർഡാണ്.
പിന്നെ പക്ഷേ അതിനെ തൊടാൻ ഭയങ്കര സ്മൂത്താണ് അല്ലേ, സർഫസ് ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഈവൻ ദോ ദ സീഡ്സ് ഹാവ് ലൈഫ്, will all the seeds buried in soil germinate? Why don't all the seeds germinate? ജീവനുള്ള സീഡ്സ് ആണെങ്കിൽ പോലും മണ്ണിൽ കുഴിച്ചിടുന്ന എല്ലാ വിത്തുകളും മുളയ്ക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് എല്ലാ വിത്തുകളും മുളയ്ക്കാത്തത്? അപ്പോൾ ഒരു വിത്ത് മുളയ്ക്കാൻ പല പല കാര്യങ്ങൾ ആവശ്യമാണ്, ചിലതൊന്നും ആവശ്യമില്ല. അപ്പോൾ ജീവൻ ഉണ്ടെന്ന് വെച്ച് മാത്രം വിത്ത് മുളച്ചൊരു ചെടിയായി മാറണമെന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാ വിത്തുകളും മുളയ്ക്കാത്തത്? വിത്തുകൾ മുളയ്ക്കാൻ എന്തൊക്കെയാണ് ആവശ്യം? ഇതൊക്കെ നമുക്ക് പഠിക്കാം. ലെറ്റ് us germinate seeds, അതായത് വിത്തുകൾ നമുക്ക് മുളപ്പിച്ചെടുക്കാം. വാട്ട് ഫാക്ടേഴ്സ് ആർ റിക്വയർഡ് ഫോർ germination ഓഫ് സീഡ്? റൈറ്റ് ഡൗൺ യുവർ ഗെസ്. അപ്പോൾ ഒരു വിത്ത് മുളയ്ക്കാൻ എന്തൊക്കെ ഘടകങ്ങളാണ് ആവശ്യം എന്ന് നിങ്ങളുടെ ഒരു ഊഹം എഴുതാനാണ് പറയുന്നത്. വെള്ളം വേണം, എന്തായാലും വെള്ളം കൊടുക്കണം. പിന്നെ നമുക്ക് എന്ത് പറയാം, നമുക്ക് സൂര്യപ്രകാശം വേണമെന്ന് പറയാം, അല്ലെങ്കിൽ മണ്ണ് വേണമെന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, വായു വേണമെന്ന് പറയാം അല്ലേ. ഇതൊക്കെ നമുക്ക് ഗസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ഇഫ് യുവർ ഗസ് ഇസ് റൈറ്റ്? നിങ്ങളുടെ ഊഹം ശരിയാണോ എന്ന് നമ്മളെങ്ങനെ കണ്ടെത്തും? ലെറ്റ് us ഡു ദ നെസസറി എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഇത് കണ്ടെത്താൻ നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. ടേക്ക് സം വെറ്റ് സോയിൽ ഇൻ എ ഗ്ലാസ് ആൻഡ് പുട്ട് സം പീ സീഡ്സ് ഇൻ ഇറ്റ്. ഒരു ഗ്ലാസ്സിൽ അല്പം നനഞ്ഞ മണ്ണെടുത്ത് അതിൽ കുറച്ച് പയറിൻ്റെ വിത്തുകൾ ഇടുക. പ്ലേസ് ഇറ്റ് ഇൻ എൻ ഏരിയ വെയർ ഇറ്റ് വിൽ ഗെറ്റ് സൺലൈറ്റ്. അത് സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു സ്ഥലത്ത് വയ്ക്കുക. വാട്ടർ ഷുഡ് ഓൾസോ ബി ഗിവൻ അറ്റ് ദ റിക്വയർഡ് റേറ്റ് ടു മെയിൻറ്റെയിൻ മോയ്സ്ചർ. അപ്പോൾ നനവ് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള തോതിൽ വെള്ളം നൽകിക്കൊണ്ടിരിക്കണം. ഒബ്സർവ് ഇറ്റ് എവറി ഡേ. എന്നിട്ട് എല്ലാ ദിവസവും ഇതിനെ നിരീക്ഷിക്കുക. വാട്ട് ഓൾ ഫാക്ടേഴ്സ് ഡിഡ് ദ സീഡ്സ് ഗെറ്റ്? അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിനകത്തെ സീഡ്സിന് എന്തൊക്കെയാണ് ലഭിക്കുന്നത്? മണ്ണ്, കാരണം നമ്മൾ മണ്ണിലാണ് ഇട്ടിരിക്കുന്നത്. വെള്ളം നമ്മൾ കൊടുക്കുന്നുണ്ട്. എയർ, വായു, തുറന്ന് വെച്ചിരിക്കുന്ന ഗ്ലാസ്സാണ്, എന്തായാലും വായു കിട്ടും. പിന്നെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന് സൂര്യപ്രകാശവും ലഭിക്കും. ആർ ഓൾ ദീസ് ഫാക്ടേഴ്സ് നെസസറി ഫോർ germination ഓഫ് സീഡ്? ഹൗ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്? ലെറ്റ് us ചെക്ക് വൺ ബൈ വൺ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആവശ്യമാണോ? ഈ എല്ലാ ഘടകങ്ങളും ആവശ്യമുണ്ടോ നമ്മുടെ പയറിന് മുളയ്ക്കാൻ വേണ്ടിയിട്ട്? അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. അതായത് ഓരോ കാര്യം എടുത്ത് നമുക്ക് എക്സ്പെരിമെൻറ്റ് നടത്തി നോക്കാം. ഇസ് സോയിൽ നെസസറി ഫോർ ദ സീഡ് ടു germinate? വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ? അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. How do you find out that soil is necessary for the seeds to germinate? Can we do it by examining if seeds placed without soil will germinate? Put a wet cotton ball in a glass and place the seeds on it. ഒരു വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വിത്ത് മണ്ണിന് പകരം ഒരു എന്താ പറയുക, പഞ്ഞിയെടുത്ത് നനയ്ക്കുക. എന്നിട്ട് അതിനകത്ത് വിത്തിടുക. എന്നിട്ടൊരു ഗ്ലാസ്സിൽ വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഘടകങ്ങളാണ് ഈ വിത്തിന് ലഭിക്കുന്നത്? വാട്ട് ഫാക്ടേഴ്സ് ഡു ദ സീഡ്സ് ഗെയിൻ? വാട്ട് ഫാക്ടേഴ്സ് ഡു ദ സീഡ്സ് ലൂസ്? അപ്പോൾ ദ ഫാക്ടേഴ്സ് ദാറ്റ് ദ സീഡ് ഗെറ്റ്സ്, വിത്തിന് ലഭിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? വെള്ളം കൊടുക്കുന്നുണ്ട്, എയർ ഉണ്ട്, സൺലൈറ്റ് ഉണ്ട് അല്ലേ. നമ്മൾ സോയിൽ മാത്രം എടുത്ത് മാറ്റി അവിടെ പഞ്ഞി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദ ഫാക്ടർ ദാറ്റ് ദ സീഡ് ഡസൻ ഗെറ്റ് എന്താണ്? സോയിലായി മാറിയിരിക്കുകയാണ്. മണ്ണ് നമ്മൾ എടുത്ത് മാറ്റി. നെക്സ്റ്റ്, is water necessary for the seed to germinate? വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമുണ്ടോ? How do you find out if water is necessary for the seed to germinate? എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമുണ്ടോ എന്ന്? Which factor should be kept out of the experimenting items? അപ്പോൾ നമ്മൾ ഏത് ഘടകമാണ് ഇല്ലാതാക്കേണ്ടത് പരീക്ഷണം ചെയ്യുമ്പോൾ? നമ്മൾ നേരത്തെ മണ്ണെടുത്ത് മാറ്റിയതുപോലെ നമ്മൾ വെള്ളം എടുത്ത് മാറ്റണം അല്ലേ. വെള്ളം കൊടുക്കാതെ വെറുതെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് മണ്ണിൽ വിത്തിട്ട് കൊടുത്താൽ, നനവില്ലാതെ വിത്തിട്ട് കൊടുത്താൽ അത് വളരുമോ? അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം കൊടുക്കാതിരിക്കും. അടുത്തത് എന്താ? ഈ സൺലൈറ്റ് നെസസറി ഫോർ ദ സീഡ് ടു germinate? വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ? ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ഇഫ് സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ദ സീഡ് ടു germinate? വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ എന്നെങ്ങനെ നമ്മൾ കണ്ടെത്തുക? വാട്ട് ഫാക്ടർ ഷുഡ് ബി ലെഫ്റ്റ് അവോയ്ഡഡ് ഹിയർ? ഏത് ഘടകത്തെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? ഇവിടെ ഒഴിവാക്കേണ്ട ഘടകം എന്താണെന്ന് വെച്ചാൽ അത് സൂര്യപ്രകാശമാണ് അല്ലേ. നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ കാണാം, നമ്മൾ ഗ്ലാസ്സിനെ മൂടി വെച്ചിരിക്കുകയാണ്. അതായത് ഈ ഒരു ഗ്ലാസ്
നമ്മൾ മാറ്റിയിട്ട് സ്റ്റീൽ ഗ്ലാസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് അങ്ങോട്ട് സൂര്യപ്രകാശം എത്താത്ത രീതിയിൽ, എന്നിട്ട് അതിനെ അടച്ചു വയ്ക്കുകയും ചെയ്തു. സ്റ്റീൽ ഗ്ലാസ് ഇൻസ്റ്റെഡ് ഓഫ് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്. അപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് മാറ്റി സ്റ്റീൽ ഗ്ലാസ് ആക്കി മാറ്റുക. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കവർ ദ സ്റ്റീൽ ഗ്ലാസ് അല്ലേ? കവർ ദ സ്റ്റീൽ ഗ്ലാസ് എഴുതുക. കവർ ദ സ്റ്റീൽ ഗ്ലാസ്. Okay, let us do the experiment. Let us try the experiments planned so far. Place green gram seeds in a glass so that it receives soil, air, water and sunlight. Place the seeds in other 3 glasses that do not get any one of the following at a time: soil, water and sunlight. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. നമ്മളിപ്പോൾ ഓരോ ഗ്ലാസ്സിൽ എന്തൊക്കെയോ ചെയ്തു വെച്ചു. ഒരു ഗ്ലാസ്സിൽ അതായത് സോയിൽ, വിൻഡ്, വായു, ജലം, സൂര്യപ്രകാശം എന്നിവ ലഭിക്കുന്ന വിധം ചെറുപയറിൻ്റെ വിത്ത് വയ്ക്കുക. മറ്റു 3 ഗ്ലാസ്സുകളിൽ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം എന്നിവയിൽ ഓരോന്ന് ലഭിക്കാത്ത വിധം വിത്ത് വെച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് എന്താ കാണുന്നത് നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ വീട്ടിൽ. പക്ഷെ നമ്മൾ എന്താ സംഭവിക്കുക നമുക്ക് താഴെ പഠിക്കാം. Which all factors were found to be necessary for germination of seeds? Present the findings to the class. Are there any other factors required for germination of seed? How to find out, plan and conduct the experiment. Okay, ഇനി ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വായിക്കാം. For seed to germinate, വിത്ത് മുളയ്ക്കാം. Water is necessary for the germination of seeds. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ മണ്ണും വിത്തും മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സൂര്യപ്രകാശവും വായും മണ്ണും മാത്രം കൊടുത്തു, പക്ഷേ വെള്ളം കൊടുത്തില്ല. ആ ഒരു കണ്ടീഷനിൽ വിത്ത് ഒരിക്കലും മുളയ്ക്കില്ല. കാരണം വെള്ളം അത്യാവശ്യമാണ് വിത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കൊരു കാര്യം മനസ്സിലായി. വാട്ടർ ഇസ് നെസസറി ഫോർ ദ ജേർമിനേഷൻ ഓഫ് സീഡ്സ്. വിത്ത് മുളയ്ക്കാൻ ജലം അഥവാ വെള്ളം ആവശ്യമാണ്. ബട്ട് ദ ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ നോട്ട് നെസസറി. പക്ഷേ നമ്മൾ മണ്ണില്ലാതെ പഞ്ഞി നനച്ച് വെച്ചവിടെയും സീഡ് ജേർമിനേറ്റ് ആവും, മുളയ്ക്കും. അതായത് മണ്ണില്ലെങ്കിലും വിത്ത് മുളയ്ക്കും. സൂര്യപ്രകാശമില്ലാതെ നമ്മൾ സ്റ്റീൽ ഗ്ലാസ് കവർ ചെയ്ത് വെച്ചതും അവിടെയും വിത്ത് മുളയ്ക്കും. അതായത് മണ്ണും സൺലൈറ്റും ഇല്ലെങ്കിലും നമ്മുടെ വിത്ത് മുളയ്ക്കും. ബിസൈഡ്സ് വാട്ടർ, എയർ ആൻഡ് സൂട്ടബിൾ ടെമ്പറേച്ചർ ആർ ഓൾസോ നെസസറി ഫോർ സീഡ് ജേർമിനേഷൻ. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെള്ളം, എയർ അഥവാ വായു, പിന്നെ സൂട്ടബിൾ ടെമ്പറേച്ചർ അതായത് അനുയോജ്യമായ താപനില, ഇതും കൂടെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? നമ്മൾ വെള്ളമില്ലാത്ത ഗ്ലാസ്സിൽ വിത്ത് മുളയ്ക്കില്ല, മണ്ണില്ലാത്ത അവിടെ മുളയ്ക്കും, സൂര്യപ്രകാശം ഇല്ലാത്തടത്തും വിത്ത് മുളയ്ക്കും. പിന്നെ നമ്മൾ ഏതായിരുന്നു ചെയ്തിരുന്നത്? ഓക്കെ, ഇത് 3 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? എവിടെയും നമ്മൾ എയർ ഇല്ലാതാക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആവശ്യം എന്ന് നമ്മൾ പഠിച്ചു. വെള്ളം ആവശ്യമാണ്, എയർ ആവശ്യമാണ്, പിന്നെ അനുയോജ്യമായ താപനില കൂടെ ആവശ്യമാണ്. അതായത് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ കൂടെ ആവശ്യമാണ് വിത്ത് വിളയ്ക്കാനായിട്ട്. ഏതൊക്കെ ഇല്ലെങ്കിലും ഓക്കെയാണ്. സോയിലും സൺലൈറ്റും ഒന്നും ഇല്ലെങ്കിൽ, അതായത് മണ്ണും സൂര്യപ്രകാശം ഒന്നും ഇല്ലെങ്കിൽ ഓക്കെയാണത് മുളച്ചോളും. ഡിഫറെൻറ്റ് സീഡ്സ് ഹാവ് ഡിഫറെൻറ്റ് ജേർമിനേഷൻ ടൈംസ് ആൻഡ് സൂട്ടബിൾ ടെമ്പറേച്ചർ. അപ്പോൾ ഓരോ വിത്തിനും മുളയ്ക്കാനെടുക്കുന്ന സമയം വ്യത്യസ്തമാണ്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള താപനില അഥവാ ടെമ്പറേച്ചറും വ്യത്യസ്തമാണ്. ചിലതിന് കുറച്ച് ചൂട് കൂടുതൽ വേണ്ടി വരും, ചിലതിന് തണുപ്പ് കൂടുതലായിരിക്കും വേണ്ടി വരിക. അതുകൊണ്ടാണ് നിങ്ങൾ സോഷ്യലൊക്കെ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മുടെ നാട്ടിൽ ആപ്പിൾ വളർത്തിയെടുക്കാൻ കുറച്ച് കഷ്ടമാണ്, അല്ലെങ്കിൽ കോട്ടൺ വേറെ ഭാഗത്തോട്ടാണ് വളരാൻ എളുപ്പം. കാരണം ഓരോ സ്ഥലത്തെയും ടെമ്പറേച്ചറിനനുസരിച്ചാണ് ഓരോ സ്ഥലത്തും ഓരോരോ വിത്ത് മുളച്ചത് ചെടിയായി മാറുന്നത്. ഓക്കെ, അടുത്തത് ലൈഫ് വിത്തിൻ ദ സീഡ്. വിത്തിനുള്ളിലെ ജീവനെക്കുറിച്ച് ഇനി പഠിക്കാം. ഒബ്സർവ് ദ ജേർമിനേഷൻ ഓഫ് ഗ്രീൻ ഗ്രാം സീഡ് ഇൻ ദ ഇലുസ്ട്രേഷൻ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ ചെറുപയർ വിത്തിൻ്റെ മുളയ്ക്കലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് എന്താണ്? ഒരു കുഞ്ഞ് ചെറുപയർ വിത്ത് നമ്മൾ നടുകയാണ്, സീഡല്ലേ. അത് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു വാല് പോലൊരു സാധനം മുളയ്ക്കുന്നില്ലേ, അതിനെയാണ് നമ്മൾ വിളിക്കുക റാഡിക്കിൾ. റാഡിക്കിൾ അഥവാ ബീജമൂലം എന്ന് പറയും. റാഡിക്കിൾ, ഈ ഒരു വാല് പോലെ ഇരിക്കുന്ന സാധനം. ഇനി അടുത്തത് എന്താണ്? ഈ വാല് കുറച്ചുകൂടെ വലുതായി ഇങ്ങനെ റൂട്ട്സ് പോലെ ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ഇങ്ങനെ ഇതിന് കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
അടുത്തതിൽ എന്താ സംഭവിക്കുന്നത്, ഈ ഒരു മഞ്ഞ കളർ സാധനത്തിനിടയിലൂടെ ഇലകൾ പുറത്തോട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മഞ്ഞ ഒരു തോട് പോലെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോട്ടിലിഡൻ. കോട്ടിലിഡൻ അഥവാ ബീജപത്രം. ഓക്കെ, കോട്ടിലിഡൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ കോട്ടിടില്ലേ ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം, അപ്പോൾ കോട്ട് ഇങ്ങനെ പുറത്തോട്ടല്ലേ നമ്മളിടുന്നത്, അപ്പോൾ പുറം തോട് പോലെ നമുക്ക് കോട്ട് എന്ന് പഠിക്കാം. കോട്ടിടുന്ന പോലെ കോട്ടിലിഡൻ, പുറത്തേക്ക് ഇലകളുടെ പുറത്തുണ്ടാവുന്നൊരു സാധനം കോട്ടിലിഡൻ. ഓക്കെ, അടുത്ത എന്താ, പ്ലുമ്യൂൾ. പ്ലുമ്യൂൾ അതിൽ നമ്മൾ മലയാളത്തിൽ ബീജശീർഷം എന്നാണ് പറയുന്നത്. പ്ലുമ്യൂൾ എന്ന് വെച്ചാൽ ഈ കോട്ടിലിഡൻ്റെ ഇടയിലൂടെ ഈ ഇലകളൊക്കെ വരുന്നില്ലേ, ഈ ഒരു പച്ച കളറ് സ്റ്റെമ്മ് പോലത്തെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണുന്നില്ലേ, സ്റ്റെമ്മല്ല പക്ഷേ ഈ ഒരു ഭാഗമില്ലേ, അതിനെയാണ് നമ്മൾ പ്ലുമ്യൂൾ എന്ന് പറയുന്നത്. അതായത് കോട്ടിലിഡൻ്റെ ഇടയിലൂടെ വരുന്ന ഒരു സാധനമാണ്. ഓക്കെ, അടുത്തതാണ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ, ഹൈഡ്രോപോണിക്സ് ഇസ് എ ന്യൂ മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് വിതൗട്ട് സോയിൽ. മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന ഒരു രീതിയാണ് ഹൈഡ്രോപോണിക്സ്. അതായത് ഒരു പുതിയ രീതിയാണ് മണ്ണില്ലാതെ സസ്യങ്ങളെ വളർത്തിയെടുക്കുന്നത്, ഹൈഡ്രോപോണിക്സ്. ഇൻ ദിസ് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ എ ന്യൂട്രിയൻ സൊല്യൂഷൻ ഇൻസ്റ്റെഡ് ഓഫ് എ സോയിൽ. ഈ രീതിയിൽ, ഈ കൃഷി ചെയ്യുന്ന രീതിയിൽ മണ്ണിന് പകരം ഒരു ന്യൂട്രിയൻ സൊല്യൂഷൻ, ന്യൂട്രിയൻ എന്ന് വെച്ചാൽ എന്താ, പോഷകം, സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ, ഒരു ലായനി. അപ്പോൾ ഒരു വെള്ളം എന്തോ ഒരു സൊല്യൂഷൻ എടുത്തിട്ട്, ഒരു ലായനി എടുത്തിട്ട് അതിൽ കുറച്ച് ന്യൂട്രിയൻസ് മിക്സ് ചെയ്ത് കലക്കിയൊരു പോഷക ലായനിയാക്കി മാറ്റും, ഒരു ന്യൂട്രിയൻ സൊല്യൂഷൻ ഉണ്ടാക്കി മാറ്റിയിട്ട് അതിലാണ് സസ്യങ്ങളെ വളർത്തിയെടുക്കുന്നത് മണ്ണിന് പകരം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം പൈപ്പ് പോലെ ഒരു സാധനം കാണാമല്ലോ ബ്ലൂ കളറിന്, അതിനകത്തുള്ളത് ഈ പോഷക ലായനിയാണ്. അതിനകത്തൂടെയാണ് നമ്മുടെ ഈ ചെടികൾ വളർന്നിരിക്കുന്നത്. പ്ലാന്റ്സ് മേക്ക് ദ ഫുഡ് ഇൻ ദ ലീവ്സ് ഡോണ്ട് ദേ. അപ്പോൾ ചെടികൾ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലൂടെയാണല്ലേ. ദ ഫുഡ് ഫോർ ദ പ്ലാന്റ് അൺടിൽ ദ സീഡ് ജെർമിനേറ്റ്സ് ആൻഡ് ഗ്രോസ് എ ലീഫ് ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ കോട്ടിലിഡൻ. അപ്പോൾ നമ്മൾ കോട്ടിലിഡനെ കുറിച്ച് കോട്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. കോട്ടിലിഡനിലൂടെ ആണ് നമ്മുടെ ലീവ്സ് വരുന്നത് വരെ, അതായത് ചെടികളിൽ ഇല ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മുടെ ചെടിക്ക് ആഹാരം വേണ്ടേ, അതെവിടെ നിന്നാണ് കിട്ടുന്നത്, കോട്ടിലിഡനിൽ നിന്നാണ്. അപ്പോൾ കോട്ടിലിഡൻ ആരാണ്, ഒരു ഫുഡ് കൊടുക്കുന്ന ആളാണ് നമുക്ക് വിചാരിക്കാം. ഓക്കെ, the food for the plant until the seed germinates and grows a leaf is obtained from the cotyledon. ഒരു വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് കോട്ടിലിഡനിൽ നിന്നാണ്. ഹൗ മെനി കോട്ടിലിഡൻസ് ഡസ് എ പീ സീഡ് ഹാവ്? അപ്പോൾ നമ്മൾ കണ്ടു എത്ര കോട്ടിലിഡൻസ് ആണ് ഒരു പീ സീഡിന്, ഒരു പയർവിത്തിന് എത്ര എണ്ണം ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു 2 എണ്ണം, നമുക്കൊരു ഇങ്ങനെ 2 എണ്ണമായിരുന്നു കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അടുത്ത എന്താ, കോണിൻ്റെ എങ്ങനെയാണ്, നമുക്ക് ഒരു കോട്ടിലിഡൻ കാണാം, പിന്നെ എൻഡോസ്പേം അതായത് ബീജാന്നം, അതായത് ഈ അകത്ത് കാണുന്ന സാധനത്തിനെയാണ് നമ്മൾ എൻഡോസ്പേം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ കോട്ടിലിഡൻ ഇൻ എ കോൺ. ഒരു ചോളത്തിലെ കോട്ടിലിഡൻ നോക്കുക. ആർ ദർ 2 കോട്ടിലിഡൻസ് ഇൻ എ കോൺ ആസ് ഇൻ പീ സീഡ്സ്. അപ്പോൾ നമ്മൾ പീ സീഡ്സിൽ കണ്ടു 2 എണ്ണം ഉള്ളത്, അതുപോലെ ചോളത്തിലും 2 എണ്ണം ഉണ്ടോ, ഇല്ല അല്ലേ, 1 എണ്ണം മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. എൻഡോസ്പേം ഇസ് ദ പാർട്ട് അറ്റാച്ച്ഡ് ടു ദ കോട്ടിലിഡൻ. അപ്പം കോട്ടിലിഡനുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന, ചേർന്ന് കാണുന്ന ഒരു ഭാഗമാണ് എൻഡോസ്പേം. In plants with only one cotyledon, the food for the plant is obtained from the endosperm until the seeds germinate and grow its leaves. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മുടെ ചെടികൾക്ക് അല്ലെങ്കിൽ ഈ ഒരു വിത്ത് മുളച്ചില ഉണ്ടാവുന്നതിന് മുമ്പ് വരെ അതിന് ആഹാരം ലഭിക്കുന്നത് കോട്ടിലിഡനിൽ നിന്നാണ്. നമ്മുടെ പയറിനാണെങ്കിൽ 2 കോട്ടിലിഡൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. പക്ഷേ ഈ കോണിൻ്റെ കേസിൽ എന്താ, നമുക്ക് ഒരൊറ്റ കോട്ടിലിഡൻ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കോട്ടിലിഡൻ മാത്രം ഉള്ള പ്ലാന്റ്സിൽ ഈ ആഹാരം ലഭിക്കുന്നത് അതിനോട് ഈ കോട്ടിലിഡനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന എൻഡോസ്പേമിലൂടെയാണ്. ഓക്കെ, എൻഡോസ്പേമിലൂടെയാണ് ഈ ഒരു ലീവ്സ് ഉണ്ടാവുന്നവരെ. ഈ ചെടികൾ ഇലകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇലകളിലൂടെയാണ് ഭക്ഷണം ലഭിക്കുന്നത്. പക്ഷേ ഇലകൾ ഉണ്ടാവുന്നതിന് മുമ്പ് വരെ അവർക്ക് ഭക്ഷണം വേണ്ടേ. അത്
ഒന്നിൽ കൂടുതൽ കോട്ടിലിഡൻ ഉള്ളവർക്ക് കോട്ടിലിഡൻ തന്നെ കൊടുക്കും. പക്ഷെ ഒരു കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂവെങ്കിൽ കോട്ടിലിഡനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന എൻഡോസ്പേമിൽ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇങ്ങനെ ആലോചിച്ച് വെക്കുക. ഒരു കോട്ടിലിഡൻ മാത്രമാണെങ്കിൽ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ഒറ്റയ്ക്ക് അതിന് പറ്റുന്നില്ല, അപ്പോൾ ഒരാളുടെ കൂട്ട് പിടിച്ചു, അതാണ് എൻഡോസ്പേം. അപ്പോൾ എൻഡോസ്പേമും കോട്ടിലിഡനും കൂടെ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. നമുക്ക് അങ്ങനെ ആലോചിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ കോട്ടിലിഡന് 2 കോട്ടിലിഡനെങ്കിൽ അവർ 2 പേരുണ്ടല്ലോ, അവർക്കിനി വേറെ ആരുടെയും സഹായം വേണ്ട, അവർ ഒറ്റയ്ക്ക് കൊടുക്കും. അങ്ങനെ നമുക്ക് ആലോചിച്ച് വെക്കാം. ഒരു കോട്ടിലിഡൻ മാത്രമുള്ള ഒരു പ്ലാന്റിൻ്റെ എക്സാമ്പിൾ എന്താ ഇപ്പോൾ പഠിച്ചത്? ചോളം അഥവാ കോൺ. ഓക്കെ, അടുത്തത് ചേഞ്ചസ് ദാറ്റ് occur ഡ്യൂറിങ് സീഡ് ജേർമിനേഷൻ. വിത്ത് മുളയ്ക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ജേർമിനേറ്റ് സീഡ്സ് ഓഫ് ടാമറിൻഡ്, ജാക്ക് ഫ്രൂട്ട്, cashew, rice and corn. Observe the changes that the seed undergoes as it germinates. പുളിയുടെ കുരു, ചക്കയുടെ കുരു, കശുവണ്ടി, നെല്ല്, ചോളം ഈ തുടങ്ങിയ വിത്തുകളൊക്കെ എടുത്ത് മുളപ്പിച്ച് നോക്കുക. വിത്ത് മുളയ്ക്കുമ്പോൾ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. ഓക്കെ, എന്നിട്ടൊരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചിട്ട് അതിനെ നിരീക്ഷിക്കാനാണ് പറയുന്നത്. അതിൻ്റെ വിത്ത് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പൊളിച്ച് നോക്കിയിട്ട് അതിൻ്റെ കോട്ടിലിഡനും എൻഡോസ്പേമൊക്കെ എങ്ങനെയാണെന്ന് നോക്കുക, അത് വരച്ച് പഠിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നമുക്കിനി സീഡ് ജേർമിനേഷനെ കുറിച്ച് നോക്കാം. ദ സീഡ് ബിക്കംസ് സോക്ഡ് ആൻഡ് ദ ഔട്ടർ ഷെൽ ബേഴ്സ്റ്റ്സ്. First the radicle and then the plumule emerge. The radicle becomes the root of the plant. The plumule becomes the stem and leaf. The growing plant consumes the food stored in the cotyledon or endosperm until the photosynthesis is fully functional. അപ്പോൾ വിത്ത് കുതിർന്നിട്ട് ആദ്യം പുറന്തോട് പൊട്ടിപ്പോവും. ദ സീഡ് ബിക്കംസ് സോക്ഡ് ആൻഡ് ദ ഔട്ടർ ഷെൽ ബേഴ്സ്റ്റ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് പഠിക്കാം. നമ്മൾ നേരത്തെ കണ്ട പിക്ചർ, അതായത് പേജ് നമ്പർ 60 പിക്ചർ എടുത്ത് നോക്കുക. ഒരു സീഡ്, ഇതിപ്പോൾ ഒരു സീഡാണെന്ന് വിചാരിക്കുക. ഇതാദ്യം കുറച്ച് കാലം ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് കുതിർന്നിട്ട് ഇതിൻ്റെ ഈ പുറം തോടങ്ങ് പൊട്ടിപ്പോവും. എന്നിട്ട് എന്താ സംഭവിക്കുക? ഫസ്റ്റ് ദ റാഡിക്കൽ ആൻഡ് ദെൻ ദ പ്ലൂമ്യൂൾ എമേർജ്. ആദ്യം ആരാ വരിക? ഈ പുറന്തോട് പൊട്ടിയെന്ന് വിചാരിക്കുക. പൊട്ടിയതിന് ശേഷം റാഡിക്കിൾ വരും, ഇങ്ങനൊരു വാല് പോലെ വരും. ഇതാണ് റാഡിക്കിൾ. റാഡിക്കിൾ ഞാൻ പറഞ്ഞു നമ്മൾ നേരത്തെ കണ്ട പിക്ചറിൽ ഇതിങ്ങനെ റൂട്ട്സ് പോലെയായി മാറും അല്ലേ? അപ്പോൾ റാഡിക്കിൾ റൂട്ട് റ. അപ്പോൾ റാഡിക്കിൾ എന്തായി മാറുകയാണ്? റൂട്ട് പോലെ. നേരത്തെ നമ്മൾ പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു, റാഡിക്കിളാണ് റൂട്ടായി മാറുന്നത്. പിന്നെ ആര് വരുന്നതാണ് പറഞ്ഞത്? എവിടെ നിന്നാണ് പ്ലൂമ്യൂള് വരുന്നത്? കോട്ടിലിഡൻ്റെ അകത്തൂടെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്ലൂമ്യൂൾ എന്തായിട്ടാണ് മാറുന്നത്? സ്റ്റെം ആയിട്ടാണ് മാറുന്നത്. നേരത്തെ ഞാൻ പിക്ചറിൽ കാണിച്ചു തരുമ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെം പോലെയാണ് ഇരിക്കുന്നത്. പ്ലൂമ്യൂൾ വളർന്ന് വലുതായിട്ടാണ് സ്റ്റെം ആവുന്നത്. സ്റ്റെമ്മ് മാത്രമല്ല, ലീഫ് കൂടെയാണ് ആവുന്നത്. ഓക്കെ, പ്ലൂമ്യൂൾ വളർന്നിട്ട് ലീഫ് കൂടെ ആവും. നിങ്ങൾ ആ പിക്ചർ നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദ ഗ്രോയിങ് പ്ലാന്റ് കൺസ്യൂംസ് ദ ഫുഡ് സ്റ്റോർഡ് ഇൻ ദ കോട്ടിലിഡൻ ഓർ എൻഡോസ്പേം അൺടിൽ ഫോട്ടോസിന്തസിസ് ഇസ് ഫുള്ളി ഫങ്ഷണൽ. അപ്പോൾ നമ്മുടെ ഈ വളർന്ന് വരുന്ന ഈ ഒരു വളർന്നു വരുന്ന നമ്മുടെ ചെടി എന്താണ്? ഫോട്ടോസിന്തസിസ് അവനൊറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് വരെ എവിടെ നിന്നാണ് ഭക്ഷണം എടുക്കുന്നത്? ഒന്നുകിൽ കോട്ടിലിഡനിൽ നിന്ന് അല്ലെങ്കിൽ എൻഡോസ്പേമിൽ നിന്ന്. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. ആദ്യം എന്താ സംഭവിക്കുക? ദ സീഡ് ബിക്കം സോക്ഡ് ആൻഡ് ദ ഔട്ടർ ഷെൽ ബേഴ്സ്റ്റ്. വിത്ത് കുതിർന്നിട്ട് പുറന്തോട് പൊട്ടുന്നു. ഫസ്റ്റ് ദ റാഡിക്കിൾ ആൻഡ് ദെൻ ദ പ്ലൂമ്യൂൾ എമേർജ്. ആദ്യം റാഡിക്കിൾ, പിന്നെ പ്ലൂമ്യൂൾ പുറത്ത് വരുന്നു. ദ റാഡിക്കിൾ ബിക്കംസ് ദ റൂട്ട് ഓഫ് ദ പ്ലാന്റ്. റാഡിക്കിൾ ചെടിയുടെ റൂട്ടായിട്ട്, വേരായിട്ട് മാറുന്നു. ദ പ്ലൂമ്യൂൾ ബിക്കംസ് ദ സ്റ്റെം ആൻഡ് ലീഫ്. നമ്മുടെ പ്ലൂമ്യൂൾ ഇലയും സ്റ്റെമ്മും, അതായത് തണ്ടുമായിട്ട് മാറുന്നു. ദ ഗ്രോയിങ് പ്ലാന്റ് കൺസ്യൂംസ് ദ ഫുഡ് സ്റ്റോർഡ് ഇൻ ദ കോട്ടിലിഡൻ ഓർ എൻഡോസ്പേം അൺടിൽ ദ ഫോട്ടോസിന്തസിസ് ഇസ് ഫുള്ളി ഫങ്ഷണൽ. പൂർണ്ണ തോതിൽ വളർന്ന് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് വരെ എൻഡോസ്പേമിലോ കോട്ടിലിഡനിലോ കരുതി വച്ചിരിക്കുന്ന ആഹാരമാണ് വളർന്നു വരുന്ന ഈ ഒരു സസ്യം ഉപയോഗിക്കുന്നത്. നമുക്ക് ആ പിക്ചർ നോക്കി ഇനി ഇതൊന്നുകൂടെ പഠിച്ചാലോ? നോക്കുക. ആദ്യം സീഡ്, പച്ച സീഡ് പുറന്തോട് പൊട്ടി, ഈ പച്ച മാറി മഞ്ഞയായി. പിന്നെ റാഡിക്കിൾ വന്നു, ഈ ഒരു വാല് പോലത്തെ സാധനം വന്നു. ഇതെന്തായിട്ടാണ് മാറുന്നത്? നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ റാഡിക്കിൾ ഇങ്ങനെ പോയി റൂട്ടായിട്ട് മാറുകയാണ് ചെടിയുടെ. പിന്നെ എന്താണ് വരുന്നത്? കോട്ടിലിഡൻ്റെ ഇടയിലൂടെ ഇല ഇങ്ങനെ പൊന്തി നോക്കുന്ന കാണാം.
ഇല വളർന്ന് വളർന്ന് സ്റ്റെമ്മും ഇലയുമായിട്ട് മാറുന്നത് ആരാണ്? പ്ലൂമ്യൂൾ. ഓക്കെ, ഇവിടെ എന്തായിട്ടാണ് മാറുന്നത്? ലീഫ് പിന്നെ സ്റ്റെം. നമ്മുടെ റാഡിക്കൽ എന്തായിട്ടാണ് മാറുന്നത്? റൂട്ട്. ഓക്കെ, അടുത്തത്, വൈ ഡു പ്ലാന്റ് സ്റ്റോർ ഫുഡ് ഇൻ സീഡ്സ്? വാട്ട് സീഡ്സ് ഡു വി ഈറ്റ്? സസ്യങ്ങൾ വിത്തിൽ ആഹാരം സംഭരിച്ചു വെക്കുന്നത് എന്തിനാണ്? എന്തെല്ലാം വിത്തുകളാണ് നമ്മൾ ആഹാരമാക്കുന്നത്? പ്ലാന്റിംഗ് വിത്തൗട്ട് സീഡ്സ്, വിത്തിൽ നിന്നല്ലാതെയും. ആർ ദ സീഡ്സ് ഓൺലി പ്ലാന്റിംഗ് മെറ്റീരിയൽ യൂസ്ഡ്? അപ്പോൾ എല്ലാ സസ്യങ്ങളുടെയും വിത്തുകളാണോ നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? അല്ല അല്ലേ, നമ്മുടെ അമ്മമാർ തണ്ടും അതും ഇതുമൊക്കെ മുറിച്ചിട്ടൊക്കെ നട്ട് ചെടികൾ ഉണ്ടാക്കുന്ന കാണാം. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു ഹെബിസ്കസ് ആണ്, അതായത് ചെമ്പരത്തി. പിന്നെ കൊടുത്തിരിക്കുന്നത് ക്വീൻ ഓഫ് ദ നൈറ്റ് അല്ലെങ്കിൽ നിശാഗന്ധി, പഗോഡ ഫ്ലവർ, കൃഷ്ണകിരീടം, മിറാക്കിൾ ലീഫ്, ഇല മുളച്ചി. ഓക്കെ, ഇതിൻ്റെയൊക്കെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Which parts of the plant in the picture give rise to new plants? Visit biodiversity garden and collect information. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ ഏത് ഭാഗത്തിലൂടെയാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? ഹെബിസ്കസ് ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും കണ്ടിട്ടുണ്ടാവും, തണ്ടൊക്കെ മുറിച്ചിട്ട് നടുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ? അതുപോലെ ഈ ബാക്കി 3 ചെടികളുടെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും നോട്ട്സ് വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സീഡ്സ് ഇൻ മെനി പ്ലേസസ്, വിത്തുകൾ പലയിടങ്ങളിൽ. സീ ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മലബാർ പ്ലം, ഞാവൽ ട്രീ ആൻഡ് ദ ബേർഡ്. അപ്പോൾ ഒരു ഞാവൽ മരവും പക്ഷിയും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കുക. ട്രീ, വൈ ആർ യു ഈറ്റിംഗ് മൈ ഫ്രൂട്ട്? നീ എന്തിനാണ് എൻ്റെ പഴം കഴിക്കുന്നത്? പക്ഷി, I am not only eating your fruit and satisfying my hunger, I am also carrying the seeds to many places. നിൻ്റെ പഴം തിന്നിട്ട് വിശപ്പ് അടക്കുക മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, വിത്ത് പല സ്ഥലങ്ങളിലും എത്തിക്കുന്നുമുണ്ട്. Tree, even if you are not there, will my seed not fall down and germinate? നീ ഇല്ലെങ്കിലും എൻ്റെ വിത്ത് താഴെ വീണ മുളക്കില്ലേ എന്ന് നമ്മുടെ ഞാവൽ മരം ചോദിക്കും. Bird, do you have enough space for so many seeds to grow under you? ഇത്രയും അധികം വിത്തുകൾ നിൻ്റെ ചുവട്ടിൽ വളരാൻ വേണ്ട സ്ഥലം നിൻ്റെ അടുത്തുണ്ടോ എന്ന് ചോദിക്കും. വാട്ട് ക്രീച്ചേഴ്സ് ഡു യു നോ ദാറ്റ് ട്രാൻസ്പോർട്ട് പ്ലാന്റ് സീഡ്സ് ടു ഡിഫറെൻറ്റ് പ്ലേസസ് ലൈക്ക് ദിസ്? ഇതുപോലെ സസ്യത്തിൻ്റെ വിത്തുകൾ പല സ്ഥലങ്ങളിലും എത്തിക്കുന്ന എന്തൊക്കെ ജീവികളെ നിങ്ങൾക്കറിയാം? എല്ലാ ടൈപ്സ് ഓഫ് ബേർഡ്സ് അല്ലേ, പാരറ്റ് ആയിക്കോട്ടെ, സ്പാരോ ആയിക്കോട്ടെ, ക്രോ ആയിക്കോട്ടെ, ഈ ബേർഡ്സൊക്കെയും പിന്നെ വവ്വാലായിക്കോട്ടെ. അപ്പോൾ നമുക്ക് സ്ക്വിറൽ എഴുതാം, ബാറ്റ് എഴുതാം, ക്രോ എഴുതാം, അല്ലെങ്കിൽ ബേർഡ്സ്. ഇവരൊക്കെ സസ്യങ്ങൾ എത്തിക്കും അല്ലേ, സസ്യങ്ങളല്ല, വിത്തുകൾ എത്തിക്കും. വാട്ട് ഈസ് ദ റൂൾ ഓഫ് ഹ്യൂമൻസ് ഇൻ ഡെലിവറിങ് സീഡ്സ് ടു ഡിഫറെൻറ്റ് പ്ലേസസ്? വിത്ത് പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിൽ മനുഷ്യനുള്ള പങ്ക് എന്താണ്? ഡു ഓർഗാനിസംസ് അലോൺ ഡിസ്ട്രിബ്യൂട്ട് ദ സീഡ്സ്? ഒറ്റയ്ക്കാണോ വിത്ത് വിതരണം നടത്തുന്നത് ജീവികൾ? സീഡ് ഡിസ്പോസൽ ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് സീഡ്സ് ഫ്രം മദർ പ്ലാന്റ് റീച്ച് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. അപ്പോൾ സീഡ് ഡിസ്പോസൽ എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. മദർ പ്ലാന്റ്, അതായത് മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തിപ്പെടുന്നതിനെയാണ് നമ്മൾ വിത്ത് വിതരണം അഥവാ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്പേഴ്സൽ എന്ന് വെച്ചാൽ വിതരണം. അപ്പോൾ അമ്മ പ്ലാന്റിൽ നിന്ന് വേറെ വേറെ സ്ഥലത്തേക്ക് നമ്മുടെ വിത്ത് എത്തിച്ചേരുന്നത് വിത്ത് വിതരണത്തിലൂടെയാണ്. വൈ സീഡ് ഡിസ്ട്രിബ്യൂഷൻ? എന്തിനാണ് വിത്ത് വിതരണം? If all the seeds of a plant fall and germinate at the base of the plant, they will not get the soil, water, sunlight and minerals they need to grow. So the seeds have to be dispersed to many places. ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം കൂടെ അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കൊക്കെ വളരാൻ ആവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ഈ മിനറൽസ് ഇതൊക്കെ അതിന് ലഭിക്കില്ല. കാരണം എല്ലാവരും കൂടെ അടിപിടി ഉണ്ടാവും അല്ലേ, എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. അതിനാൽ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതാണ്. രണ്ടാമത്തെ കാരണം എന്താ? ദിസ് ഈസ് ദ റീസൺ വൈ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ വൺ റീജിയൻ ആൻഡ് വൺ പ്ലാന്റ് ഇസ് ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ്. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതിനും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതിനും കാരണം എന്താണ്? ഈ വിത്ത് വിതരണമാണ്. ഓക്കെ, അഡാപ്റ്റേഷൻസ് ഫോർ സീഡ് ഡിസ്പേഴ്സൽ, വിത്ത് വിതരണത്തിലുള്ള അനുകൂലനങ്ങൾ.
ഹൗ ഡസ് കോക്കനട്ട് അഡാപ്റ്റ് ഫോർ ഫ്ലോയിങ് ത്രൂ വാട്ടർ? അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കോക്കനട്ട് വെള്ളത്തിൽ ഒഴുകി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതെന്തുകൊണ്ടാണ്? കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈവൻ ഇഫ് ഇറ്റ് റിമെയിൻസ് ഇൻ വാട്ടർ ഫോർ എ ഫ്യൂ ഡേയ്സ് ഇറ്റ് വിൽ നോട്ട് റോട്ട്. അപ്പോൾ നമ്മുടെ തേങ്ങയ്ക്ക് നല്ല പുറം തോടുണ്ട് അല്ലേ, കട്ടിയുള്ള തോടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളിൽ വെള്ളത്തിൽ വീണ് കിടന്നാലും അത് ചീഞ്ഞു പോവില്ല. റോട്ട് ചെയ്യാന്ന് വെച്ചാൽ ചീഞ്ഞു പോവുക. ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ ദ വാട്ടർ ആസ് ദ ഹസ്ക് ഇസ് ഫിൽഡ് വിത്ത് എയർ. അതായത് അതിൻ്റെ ഹസ്ക്, അതിൻ്റെ ഈ പുറം ഭാഗം, ഈ എന്താ പറയുക നമ്മൾ മലയാളത്തിൽ തൊണ്ടില്ലേ, ഈ തൊണ്ടിൽ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. പിന്നെന്താ, ഇത് ലൈറ്റ് വെയിറ്റ് കൂടെയാണല്ലേ, നമ്മുടെ തേങ്ങയുടെ വെയിറ്റ് കുറവാണ്. അപ്പോൾ ഇതൊക്കെ കാരണത്താൽ ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടന്നിട്ട് ഒഴുകി ഒഴുകി പോകും. വാട്ട് കുഡ് ബി ദ റീസൺ ബിഹൈൻഡ് അപ്പൂപ്പൻ താടീസ് മിൽക്ക്വീഡ് പപ്പൂസ് ഫ്ലൈയിങ് ഇൻ ദ വിൻഡ്? ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ അപ്പൂപ്പൻ താടി കാറ്റിൽ പറക്കാൻ കാരണം എന്താവാം? എന്താണ്? ലൈറ്റ് വെയിറ്റ് ആണല്ലേ. പിന്നെ അതിന് ഫെദർ ലൈക്ക് സ്ട്രക്ചറും ഉണ്ട്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ അതിൻ്റെ ഇങ്ങനെ പറക്കാനുള്ള ഫെദർ ലൈക്ക് സ്ട്രക്ചർ കൂടെ ഉള്ളതുകൊണ്ട്, ചിറക് പോലെ ഉള്ളതുകൊണ്ട് അതിന് പറന്ന് നടക്കാനാവും. വാട്ട് ആർ ദ ഫ്രൂട്ട്സ് അറൗണ്ട് യു ദാറ്റ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഈറ്റ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ഫ്രൂട്ട്സ് ഫോർ അട്രാക്ടിങ് ബേർഡ്സ്? ജന്തുക്കളും പക്ഷികളും ആഹാരമാക്കുന്ന എന്തൊക്കെ ഫലങ്ങളാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത്? ഈ ഫലങ്ങൾ പക്ഷികളെ ആകർഷിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതകളുള്ളത്? ഫ്ലഷി പാർട്സ്, മാംസളമായ ഭാഗങ്ങളുണ്ട്. പിന്നെന്താ, നല്ല സ്മെല്ലുണ്ടാവും അല്ലേ, നല്ല സ്മെല്ലുണ്ടാവും. പിന്നെന്താ, നല്ല മാമ്പഴമൊക്കെ ഇങ്ങനെ മഞ്ഞ കളറിലിരിക്കുമ്പോൾ പക്ഷികളെ അത് ഭയങ്കര അട്രാക്റ്റ് ചെയ്യും. കളർഫുൾ ആയിരിക്കും അല്ലേ. ഇതൊക്കെ കാരണങ്ങളാണ്. പിന്നെ സ്വീറ്റാണ്, നല്ല മധുരം ഉണ്ടാവും. ഹാവ് യു നോട്ടീസ് ദാറ്റ് സം നോൺ എഡിബിൾ ഫ്രൂട്ട്സ് ഹാവ് പാർട്സ് ദാറ്റ് ഹെൽപ്പ് ദെം സ്റ്റിക്ക് ടു അതർ തിങ്സ്? അപ്പോൾ ഭക്ഷിക്കാൻ പറ്റാത്ത ചില ഫലങ്ങൾക്ക് മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ റോഡിലൂടെയൊക്കെ നടക്കും, നിങ്ങളുടെ വീട്ടിലെത്തുമുണ്ടാവും, നിങ്ങളുടെ വസ്ത്രങ്ങളിലൊക്കെ ഒരു സാധനം ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അല്ലേ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ചാഫ് ഫ്ലവറാണ്, കടലാടി, പിന്നെന്താ, ലവ് ഗ്രാസ്, അസ്ത്രപ്പുല്ല് എന്ന് പറയും. ഹൗ ഡു ദീസ് അഡാപ്റ്റേഷൻസ് ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ? അപ്പോൾ ഇവർക്ക് കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല, അപ്പം ബേർഡ്സും വവ്വാലോ അണ്ണാനൊന്നും വരില്ല കഴിക്കാൻ, ഈ സീഡ്സ് ഒന്നും എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടിടില്ല. അപ്പോൾ ഇവരാർക്കും വേണ്ട. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഹ്യൂമൻസിൻ്റെയും മേലെ പറ്റി പിടിച്ചിരിക്കും ഈ സീഡ്സ്. എന്നിട്ട് എവിടെയെങ്കിലും എത്തുമ്പോൾ നമ്മൾ തട്ടിക്കളയുമല്ലോ, അങ്ങനെ അവർ അവിടെ കിടന്ന് മുളയ്ക്കും. അപ്പോൾ ഇവരുടെ ഈ പറ്റി പിടിക്കാനുള്ള ഒരു കാര്യം ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്? മറ്റൊരു സ്ഥലത്ത് പോയിട്ട് വളരാൻ വേണ്ടിയിട്ട്. വാട്ട് പ്ലാന്റ്സ് ഡു യു നോ ദാറ്റ് ബേർസ്റ്റ് ആൻഡ് റിലീസ് സീഡ്സ് വെൻ ദേ റൈപ്പൻ? അപ്പോൾ പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന ഏതെല്ലാം സസ്യങ്ങളെയാണ് നിങ്ങൾക്കറിയാം? കുറച്ച് എക്സാമ്പിൾസ് ആണ്. ബാൽസാം അഥവാ കാശിത്തുമ്പ, പിന്നെ റബ്ബർ. ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് ഇതാകുമ്പോൾ അവർ പൊട്ടിത്തെറിച്ച് ദൂരെ അങ്ങ് തെറിച്ച് പോയിട്ട് വേറെ സ്ഥലത്തെത്തി അവർ മുളയ്ക്കും. അടുത്ത എന്താണ്? ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ഔട്ട് ദ മെത്തേഡ്സ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നോക്കിയിട്ട് വിവിധ സസ്യങ്ങളിലെ വിത്ത് വിതരണ രീതി കണ്ടെത്തി എഴുതുക. അപ്പോൾ ത്രൂ വെൻറ്റ് ആരൊക്കെയാണ്? മിൽക്ക്വീഡ് പപ്പൂസ് ഉണ്ട്. പിന്നെ നമ്മൾ വേറെ ഏതാ കണ്ടത്? നിങ്ങൾ ഓരോ എക്സാമ്പിൾസ് എടുത്ത് എഴുതുക കേട്ടോ. പിന്നെന്താ, ലേഡീസ് ഫിംഗർ എങ്ങനെയാണ്? പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. കോക്കനട്ട് എങ്ങനെയാണ്? ത്രൂ വാട്ടർ ആണ്. ഗ്വാവ എങ്ങനെയാണ്? ഇങ്ങനെ ബേർഡ്സ് ആൻഡ് ആനിമൽസ് അല്ലേ. ലേഡീസ് ഫിംഗർ എങ്ങനെയാണ്? ബേസ്റ്റ് ചെയ്യുക. കോക്കനട്ട് വാട്ടർ, പിന്നെ ഗ്വാവ ഒക്കെ ആനിമൽസ്, അല്ലെങ്കിൽ ബേർഡ്സ്, ഹ്യൂമൻ. ഓക്കെ, ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ഞാൻ നോട്ട് വീഡിയോയിലിടാം. വാട്ട് ആർ അതർ യൂസസ് ഓഫ് സീഡ്സ്? വാട്ട് സീഡ് ക്രാഫ്റ്റ്സ് ഡു യു നോ? പിന്നെ എന്താണ് സീഡ്സിനെ കൊണ്ടുള്ള ഉപയോഗം? നിങ്ങൾക്ക് വിത്തുകൾ ഉപയോഗിച്ചിട്ടുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്യാനറിയോ? ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന നോക്ക്, നല്ലൊരു ഭംഗിയുള്ള പിക്ചർ ഉണ്ടാക്കി തോടുകൾ വെച്ച് ഉണ്ടാക്കിയൊരു പിക്ചറാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വെറൈറ്റി ഇൻ ലീവ്സ്. ഇനി നമ്മൾ സീഡിനെയൊക്കെ വിട്ടിട്ട് ഇലകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വെറൈറ്റി എന്ന് വെച്ചാൽ വൈവിധ്യം. അപ്പോൾ വിവിധ ഇലകളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള പിക്ചർ കാണാം. ഒരിലയുടെ എല്ലാം എന്താണ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ, ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടാണ്. മറ്റേതാണെങ്കിലോ നീളത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ രണ്ട് രീതിയിലെ ഇലകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് റിമൈനിങ് ഇൻ ദീസ് ലീവ്സ് ദാറ്റ് ഹാവ് ലോസ്റ്റ് ദെയർ ഗ്രീൻ പാർട്സ്? പച്ചപ്പ്
നഷ്ടപ്പെട്ട ഈ ഇലകളിൽ അവശേഷിക്കുന്ന ഈ ഭാഗം എന്താണ്? ഇറ്റ് ഈസ് ത്രൂ ദീസ് പാർട്സ് വാട്ടർ ഇസ് ബ്രോട്ട് ടു ദ ലീഫ് ആൻഡ് ഫുഡ് ഇസ് ടേക്കൺ ഫ്രം ദ ലീഫ്. ഈ പാർട്സിലൂടെ, ഈ ബാക്കി വരുന്ന ഭാഗത്തിലൂടെയാണ് ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും. ദീസ് ആർ ദ വെയിൻസ് ഓഫ് ദ ലീവ്സ്. ഈ കാര്യങ്ങൾ, ഈ നമ്മൾ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞതും നേരെ ഉണ്ടെന്ന് പറഞ്ഞതും ഈ പാർട്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വെയിൻസ് അഥവാ ഇലയുടെ സിരകൾ. ആർ ദ വെയിൻസ് അറേഞ്ച്ഡ് ഇൻ ദ സെയിം വേ ഇൻ ബോത്ത് ദ ലീവ്സ്? അപ്പോൾ രണ്ട് ഇലകളിലെയും സിരകൾ വെച്ചിരിക്കുന്നത് ഒരേപോലെയാണോ? അല്ല. ഒന്നിൽ ഇങ്ങനെ വി ഷേപ്പ് പോലെയാണ് ഇരിക്കുന്നത്, മറ്റേതിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ്, സ്ട്രെയിറ്റ് അല്ല എന്നാലും അങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, താഴോട്ട് വേർട്ടിക്കലായിട്ടാണ് ഇരിക്കുന്നത്. Look at the first picture. You can see the middle of the leaf, main vein extending from the node to the tip. അപ്പോൾ ആദ്യത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് എൻഡ് വരെ, അതായത് ഈ മധ്യഭാഗത്തായിട്ട് ഈ ഒരു വലിയ ഇത് കാണുന്നില്ലേ, നമുക്ക് ഇലയുടെ മിഡിലായിട്ട് ഈ ഒരു വലിയ ഇലയുടെ താഴെ നിന്ന് അറ്റത്തോട്ട് വരെ പോകുന്ന ഒരു വലിയ പ്രധാന സിരയെ കാണാം, അതായത് മെയിൻ വെയിനെ കാണാം. പിന്നെ അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞ് സൈഡിലോട്ട് പോകുന്നതിനെയും കാണാൻ പറ്റും. അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിനെന്താണ് പറയുന്നത്? മെനി സ്മോൾ ബ്രാഞ്ചസ് ദറ്റ് കം ഔട്ട് ഫ്രം ഇറ്റ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ലൈക്ക് ദ ലിങ്ക്സ് ഓഫ് എ നെറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് ഈ നെറ്റ് പോലെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ദിസ് ഈസ് റെറ്റിക്കുലേറ്റ് വെനേഷൻ. ഇതിനെയാണ് വിളിക്കുന്നത് റെറ്റിക്കുലേറ്റ് വെനേഷൻ. In the second picture, did you see that all veins in the leaf start from the node of the leaf and reach the tip in parallel without touching each other? This is parallel venation. രണ്ടാമത്തെ പിക്ചറിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരും എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിലോട്ട് അറ്റത്തോട്ട് പോവുകയാണല്ലേ, അവർ ടച്ച് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ നമ്മളതിനെ എന്താ വിളിക്കുക? പാരലൽ വെനേഷൻ. പാരലൽ വെനേഷൻ. അപ്പോൾ റെറ്റിക്കുലേറ്റ് വെനേഷനിൽ എന്താണെന്ന് വെച്ചാൽ ഒരു മെയിനായിട്ടുള്ളൊരു വെയിനുണ്ട്, അതിൽ നിന്നും ബ്രാഞ്ചസ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു വെയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റത്തോട്ട് പോവാണ്. അതിനെയാണ് റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് വെച്ചാൽ. ഒരൊറ്റ എൻഡിൽ നിന്ന്, ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി എല്ലാവരും മുട്ടാതെ മുകളിലെത്തുന്നതിനെയാണ് നമ്മൾ പാരലൽ വെനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റെറ്റിക്കുലേറ്റ് വെനേഷൻ ഉള്ള ഒരു ലീഫിൻ്റെ എക്സാമ്പിളാണ് ജാക്ക് ഫ്രൂട്ട് ട്രീ. പാരലൽ വെനേഷൻ്റെ ഒരു എക്സാമ്പിളാണ് ബാംബൂ ട്രീ, മുള. Is there any relationship between the venation of the leaves and structure of their roots? അപ്പോൾ ഈ ഇലകളുടെ ഈ ഒരു വെനേഷനും അവയുടെ വേരിൻ്റെ ഘടനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കുക. നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ വേരിരിക്കുന്നതും ഇങ്ങനെ ഒരു മെയിൻ വേര്, പിന്നെ അതിന് കുഞ്ഞു കുറേ വേരുകൾ. അതുപോലെയാണ് ലീവ്സിലും ഒരു മെയിൻ വേര്, അതിൽ നിന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. മുളയുടെ വേരാണെങ്കിലോ എല്ലാം ഒരറ്റത്തുനിന്ന് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ താഴോട്ട് പോവാണ്. അതുപോലെ തന്നെയാണ് ലീവ്സിലും ഇരിക്കുന്നത്, എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങി മുട്ടാതെയാണ് ഇരിക്കുന്നത്. ഇത് മുളയല്ല, ഗ്രാസ് പ്ലാന്റ് ആണ്, പുൽച്ചെടിയാണ്. Don't you see a large root growing down from the stem in the root system of the jackfruit tree? അപ്പോൾ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ഒരു വലിയ മെയിനായിട്ടുള്ള ഒരു തടിച്ച വേര് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വേരിനെയാണ് നമ്മൾ തായ് വേര് അഥവാ ടാപ്പ് റൂട്ട് എന്ന് വിളിക്കുന്നത്. ദ അതർ സ്മോൾ റൂട്ട്സ് ആർ ഗ്രോയിങ് ഫ്രം ഇറ്റ്സ് റൂട്ട് ആർ ഇൻ ദെയർ. അപ്പോൾ ഈ ഒരു വലിയ ഈ ടാപ്പ് റൂട്ടിൽ നിന്നാണ് കുഞ്ഞു കുഞ്ഞു വേരുകൾ വളർന്നു വരുന്നത്. ഇസ് ദർ എ ലാർജ് മെയിൻ റൂട്ട് ഇൻ ദ റൂട്ട് സിസ്റ്റം ഓഫ് ഗ്രാസ് പ്ലാന്റ്? ഇല്ല അല്ലേ, നമ്മൾ കണ്ടു മെയിനായിട്ട് റൂട്ടില്ല, എല്ലാം ഒരേ സൈസിൽ ഒരുമിച്ച് താഴോട്ട് വരികയാണ്. പക്ഷേ ജാക്ക് ഫ്രൂട്ടിൻ്റെ കേസിലാണെങ്കിൽ ഒരു വലിയ വേരുണ്ട്, അതിൽ നിന്നാണ് കുഞ്ഞു കുഞ്ഞു വേരുകൾ വരുന്നത്. A taproot system is a root system consisting of a taproot growing downwards from the base of the stem and branching roots growing from it. ഒരു റൂട്ട് സിസ്റ്റം, അതായത് ഒരു തായ് വേര് എന്ന് വെച്ചാൽ അതിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന തായ് വേരും അതിൽ നിന്ന് വരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന ഒരു സിസ്റ്റം ആണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. അതായത് ഒരു മെയിൻ വേരുണ്ട്, പിന്നെ അതിൽ നിന്ന് കുറച്ച് കുഞ്ഞു കുഞ്ഞു വേരുകളുണ്ട്. ഇതിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നത്.
യു ക്യാൻ സീ ടാപ്പ് റൂട്ട് സിസ്റ്റം ഇൻ മാംഗോ ട്രീസ് ആൻഡ് ജാക്ക് ഫ്രൂട്ട് ട്രീ. ടാപ്പ് റൂട്ട് സിസ്റ്റം കാണുന്നത് മാംഗോ ട്രീയിലും ജാക്ക് ഫ്രൂട്ട് ട്രീയിലും ഒക്കെയാണ്. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഇസ് വൺ ഇൻ വിച്ച് മെനി ഫൈബർ ലൈക്ക് റൂട്ട്സ് ഗ്രോ ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. നമ്മൾ പുൽച്ചെടി കണ്ട പോലെ ഒരു ബേസിൽ നിന്ന് എല്ലാം ഒരുമിച്ച് താഴോട്ട് വരുന്നതിനെയാണ് നമ്മൾ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതായത് ഫൈബർ എന്ന് വെച്ചാൽ നാര് പോലെ ഒരുമിച്ച് ഇങ്ങനെ താഴോട്ട് വരുന്നതിനാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് വെച്ചാൽ ടാപ്പ് റൂട്ട് നമ്മൾ പറഞ്ഞു മെയിൻ വേരാണ്, അതിൽ നിന്ന് വരുന്ന കുഞ്ഞു വേരുകൾ, അതിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു, ടാപ്പ് റൂട്ട് സിസ്റ്റം ആൻഡ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ദ ഗ്രാസ് ഫാമിലി ഹാവ് എ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. അപ്പോൾ ഈ പുൽവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങൾക്ക് ഈ ഒരു ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണുള്ളത്. അതായത് നാരുവേരു പടലമാണുള്ളത്, അതായത് നാര് പോലെ ഇരിക്കും. ഓക്കെ, അതർ ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ്, മറ്റ് വേരുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. Although roots are usually grown from the radicle, some roots are formed from stems, branches, etc. സാധാരണയായിട്ട് നമ്മൾ പഠിച്ചു റാഡിക്കലിൽ നിന്നാണ് റൂട്ട്സ് വരുന്നത്. പക്ഷേ ചില സമയത്തൊക്കെ സ്റ്റെംസിൽ നിന്നും ബ്രാഞ്ചസിൽ നിന്നും തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നൊക്കെ റൂട്ട്സ് വരും. ദേ ആർ പ്രോപ്പ് റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ട് ആൻഡ് ക്ലിങ്ങിങ് റൂട്ട്സ്. അപ്പോൾ ഇതിൽ 3 എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്: പ്രോപ്പ് റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ട് ആൻഡ് ക്ലിങ്ങിങ് റൂട്ട്. ഓക്കെ, Nematophores are a special kind of fruits found in mangroves. അപ്പോൾ കണ്ടൽ ചെടിയിൽ കാണുന്ന ഒരു പ്രത്യേക തരം വേരിനെയാണ് നമ്മൾ ന്യൂമെറ്റോഫോർസ് അഥവാ ശ്വസന വേരുകൾ എന്ന് പറയുന്നത്. ദ ടിപ്സ് ഓഫ് ദീസ് റൂട്ട്സ് റൈസ് ഫ്രം ദ സോയിൽ ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ. ഈ വേരിൻ്റെ അഗ്രഭാഗം, അതായത് ടിപ്പ്, മുകൾ ഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുക. ദേ ആർ നോൺ ആസ് ബ്രീതിങ് റൂട്ട്സ് ആസ് ദേ ഹെൽപ്പ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഈ വേരിൻ്റെ പേര് ശ്വസന വേര് അഥവാ ബ്രീതിങ് റൂട്ട് എന്ന് വരാൻ കാരണം അത് ഈ ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, വാതക വിനിമയത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ പേര് ശ്വസന വേര് അഥവാ ബ്രീതിങ് റൂട്ട് എന്ന് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന റൂട്ട്സ് എക്സാമ്പിളായിട്ട് ബാനിയൻ ട്രീ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഞാനിവിടെ പിക്ചർ ഇടാം. ഇനി ഓരോ റൂട്ട്സായിട്ട് കാണാം. പ്രോപ്പ് റൂട്ട് എന്ന് വെച്ചാൽ താങ്ങുവേര്, താഴോട്ട് ഇങ്ങനെ കിടക്കുന്നത് അല്ലേ? ഒരു മരത്തിൻ്റെ എന്താ പറയുക, നമുക്ക് സ്റ്റെമ്മ് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അടുത്ത എന്താ? സ്റ്റിൽറ്റ് റൂട്ട്, ഈ അറ്റ ഭാഗത്തിരിക്കുന്നതിനാണ് സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയുന്നത്. ക്ലിങ്ങിങ് റൂട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ മരത്തിനെ പറ്റി പിടിച്ചിരിക്കുന്ന റൂട്ട്സിനെയാണ് പറയുന്നത്. ന്യൂമെറ്റോഫോർസ് എന്ന് വെച്ചാൽ മുകളിലോട്ട് ഇങ്ങനെ നിൽക്കുന്നത്, റൂട്ട്സ് ഇങ്ങനെ മുകളിലോട്ട് പൊന്തി നിൽക്കുകയാണ് അതിൻ്റെ അറ്റഭാഗം. ഓക്കെ, പ്രോപ്പ് റൂട്ട് എന്ന് വെച്ചാൽ സ്റ്റെമ്മിൽ നിന്ന് താഴോട്ട് ഗ്രൗണ്ട് വരെ ടച്ച് ചെയ്യും. സ്റ്റിൽറ്റ് റൂട്ട് എന്ന് വെച്ചാൽ അടിഭാഗത്ത് താഴോട്ട് ടച്ച് ചെയ്യും, അതായത് മുകളിൽ നിന്ന് താഴോട്ടല്ല, പകുതിക്ക് നിന്ന് താഴോട്ട്. ക്ലിങ്ങിങ് റൂട്ട് എന്ന് വെച്ചാൽ പറ്റി പിടിച്ചിരിക്കുന്നത്. ന്യൂമെറ്റോഫോർ എന്ന് വെച്ചാൽ മുകളിലോട്ട് പൊന്തി നിൽക്കുന്ന ശ്വസന വേരുകൾ. മോണോകോട്ട് പ്ലാന്റ്സ് ആൻഡ് ഡൈക്കോട്ട് പ്ലാന്റ്സ്. മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട്. അപ്പോൾ മോണോ എന്ന് വെച്ചാൽ 1, ഡൈ എന്ന് വെച്ചാൽ 2. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ ഡിഫറൻസസ് ഇൻ റൂട്ട്, ലീവ്സ്, സ്റ്റെം ആൻഡ് നമ്പർ ഓഫ് കോട്ട്ലിഡൻസ് ഇൻ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ എന്താണ് ഇവർ തമ്മിലെ വ്യത്യാസം, ഇതൊക്കെ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യം കൊടുത്തിരിക്കുന്ന പിക്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ, അതായത് ഈ ഒരു തേങ്ങ അതിൽ നിന്ന് തെങ്ങ് മുളയ്ക്കുന്നതും ഒരു വലിയ തെങ്ങിൻ്റെ പിക്ചർ പോലെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഒരു കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ. അത്തരം സസ്യങ്ങളെ നമ്മൾ മോണോകോട്ട് പ്ലാന്റ്സ് എന്ന് പറയും. അങ്ങനെയെങ്കിൽ 2 കോട്ടിലിഡൻസ് ഉള്ളവയെ നമ്മൾ എന്താ വിളിക്കുക? ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇതെന്താണ്? മോണോകോട്ടാണ്. മോണോകോട്ട് എന്ന് വെച്ചാൽ ഒറ്റൊരു കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ ഇവർക്ക്, അതുകൊണ്ട് ഇവരെ മോണോകോട്ട് എന്ന് വിളിക്കും. താഴെ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ചക്കയാണ്. അപ്പോൾ ജാക്ക് ഫ്രൂട്ട് ട്രീ ആണ്. ഇത് ഡൈക്കോട്ടാണ്, അതായത് 2 കോട്ടിലിഡൻസ് ഉള്ളവരെ നമ്മൾ ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, പിന്നെന്താണ്?
Fibrous roots, unbranched stem and leaves with parallel venation are the characteristics of a monocot plant. ഒരു മോണോകോട്ട് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ഫൈബ്രസ് ആയിട്ടുള്ള റൂട്ട്സ് ഉണ്ടാവുക, നാരുവേര് പടലം. ഫൈബ്രസ് റൂട്ട്സ് എന്താണ്? ഇങ്ങനെ ഒരുമിച്ച് താഴോട്ട് വരുന്ന റൂട്ട്സാണ് ഉണ്ടാവുക. പിന്നെ അൺബ്രാഞ്ച്ഡ് സ്റ്റെം, അവർക്ക് ശിഖരങ്ങൾ ഉണ്ടാവില്ല. ലീവ്സ് വിത്ത് പാരലൽ വെനേഷൻ. പാരലൽ വെനേഷൻ എന്തായിരുന്നു? ഇങ്ങനെ മുട്ടാതെ ഒരറ്റത്തുനിന്ന് മറ്ററ്റത്തോട്ട് പോകുന്നതാണ് പാരലൽ വെനേഷൻ. ഇതൊക്കെ മോണോകോട്ട് പ്ലാന്റിൻ്റെ പ്രത്യേകതയാണ്. ഡൈക്കോട്ട് പ്ലാന്റ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ ടാപ്പ് റൂട്ട് സിസ്റ്റം. ഡൈക്കോട്ട് പ്ലാന്റിന് ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്, അതായത് ഒരു മെയിൻ വേര്, അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു വേരുകൾ. ലീവ്സ് വിത്ത് റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്താണ്? ഒരു മെയിൻ വേര്, ഒരു വെയിൻ, പിന്നെ അതിന് കുഞ്ഞു കുഞ്ഞു അറ്റത്തോട്ട് പോകുന്നു. അലോങ് വിത്ത് ബ്രാഞ്ച്ഡ് സ്റ്റെം, ഇവർക്ക് ശിഖരങ്ങളും ഉണ്ടാവും. നോക്കാം പിക്ചർ. ഇവിടെ എന്താണ്? വേരെങ്ങനെ ഇരിക്കുന്നത്? ഫൈബ്രസ് ആണ്, ഇങ്ങനെ എല്ലാം താഴോട്ടിരിക്കുകയാണ്. പിന്നെ ബ്രാഞ്ചസ് ഇല്ല, ഒരൊറ്റ സ്റ്റെമ്മാണുള്ളത്. പിന്നെ പാരലൽ വെനേഷനാണല്ലേ, ഓലകളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഡൈക്കോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് പറഞ്ഞത് നമ്മൾ? മെയിൻ ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്, ഒരു മെയിൻ വേര്, അതിൽ നിന്ന് ഇങ്ങനെ അറ്റത്തോട്ട് പോവാണ്. റെറ്റിക്കുലേറ്റ് വെനേഷനാണ്, ഒരു മെയിൻ വേര് നമ്മുടെ ഇലയിലും കാണാം, അവിടെ നിന്ന് ഇങ്ങനെ സൈഡിലോട്ട് പോവാണ്. പിന്നെ ശിഖരങ്ങളുണ്ട്, നിങ്ങൾക്ക് ബ്രാഞ്ചസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ മോണോകോട്ടിൻ്റെയും ഡൈക്കോട്ടിൻ്റെയും ഡിഫറൻസും അതിൻ്റെ പ്രത്യേകതകളും പഠിച്ചു. മോണോകോട്ടിൽ എന്താണ്? ഒരു കോട്ടിലിഡൻ, ഡൈക്കോട്ടിൽ 2 കോട്ടിലിഡൻ. മോണോകോട്ടിന് ഫൈബ്രസ് റൂട്ട്സ്, അൺബ്രാഞ്ച്ഡ് സ്റ്റെം, പിന്നെ ലീവ്സ് വിത്ത് പാരലൽ വെനേഷൻ. ഡൈക്കോട്ടിന് ടാപ്പ് റൂട്ട് സിസ്റ്റം, ലീവ്സ് വിത്ത് റെറ്റിക്കുലേറ്റ് വെനേഷൻ, പിന്നെ ബ്രാഞ്ചസും ഉണ്ട്. ഓക്കെ, അതിവിടെ നിങ്ങൾ ടേബിൾ ഫില്ല് ചെയ്യുമല്ലോ. ടു പ്രൊട്ടക്റ്റ് ഫ്രം എക്സ്റ്റെൻഷൻ. എക്സ്റ്റെൻഷൻ എന്ന് വെച്ചാൽ അവരില്ലാതാവുക, കുറ്റിയറ്റ് പോവാതെ നമുക്ക് നോക്കാം. ഇന്ത്യൻ പ്രിക്ലി ആഷ്, അതായത് മുള്ളിലം, പിന്നെ തുമ്പ. ഓക്കെ, ഇവരെയൊക്കെ ഇപ്പോൾ കാണുന്നത് വളരെ കുറവാണ്. വിച്ച് പ്ലാന്റ്സ് ആർ ഇൻ ഡിക്ലൈൻ ഇൻ യുവർ ലൊക്കാലിറ്റി ലൈക്ക് ദിസ്? ഇതുപോലെ നിങ്ങളുടെ നാട്ടിൽ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ടുള്ള സസ്യങ്ങൾ ഏതൊക്കെയാണ്? അതൊന്ന് നോക്കിയിട്ട് എഴുതുക. എക്സ്റ്റെൻഷൻ എന്താണെന്ന് പഠിക്കാം. എക്സ്റ്റെൻഷൻ ഇസ് ദ റിഡക്ഷൻ ഇൻ ദ പോപ്പുലേഷൻ ഓഫ് എൻ ഓർഗാനിസം ആൻഡ് ദ ഡിസപ്പിയറൻസ് ഫ്രം ദി എർത്ത്. അപ്പോൾ ജീവികളുടെ എണ്ണത്തിൽ കുറയുക, പിന്നെ അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റെൻഷൻ അഥവാ വംശനാശം എന്ന് പറയുക. മേജർ റീസൺ ഫോർ ദിസ് ഇസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഓഫ് ദി ഓർഗാനിസം. ജീവികളുടെ സ്വാഭാവിക ആ ഒരു വസിക്കുന്ന സ്ഥലം നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ നശിച്ചു പോകുന്നതാണ് ഇതിൻ്റെ ഒരു കാരണം. To save organisms from extinction, their natural habitats must be protected. അപ്പോൾ ഒരു സ്വാഭാവിക ആവാസങ്ങൾ സംരക്ഷിക്കേണ്ടത് ഈ ജീവികളുടെ എല്ലാം നിലനിൽപ്പിന് ആവശ്യമാണ്. ഓക്കെ, ബാക്കി ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നോട്ട്സ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ബൈ.